നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത അലക്കുകല്ലിൻ്റെ തുടർച്ചയാണ് ഈ വീഡിയോ. ഈ ഒരു വീഡിയോയിൽ അലക്കുകല്ലിലേക്ക് എങ്ങനെ വെള്ളം എത്തിക്കുക എന്നുള്ളതാണ്. വീഡിയോയിൽ കിടക്കുമ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തി വയ്ക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമ്മൾ 3/4 ഇഞ്ച് PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. PVC പൈപ്പിൻ്റെ ജോയിൻറ്റിലേക്ക് എൽബോ എടുത്തിട്ടുണ്ട്. ജോയിൻറ്റിൽ ഒട്ടിക്കാനായിട്ട് ഗം എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടാപ്പ് ഫിറ്റ് ചെയ്യാനായിട്ട് 3 അടി നീളത്തിൽ 3 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് എടുത്തിട്ടുണ്ട്. പൈപ്പിൻ്റെ എൻഡ് ക്യാപ്പ് എടുത്തിട്ടുണ്ട്. ടാപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുറഞ്ഞ ടൈപ്പാണ്. ഇത് നമുക്ക് ചെടി നനയ്ക്കാനായിട്ട് ഓസ് കണക്ട് ചെയ്യാനുള്ള പാർട്ട് കൂടെ അതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ അലക്കുകല്ലിലേക്ക് വെള്ളം എത്തിക്കാനായിട്ട് നമ്മൾ ആൾറെഡി പ്ലംബിംഗ് ചെയ്തപ്പോൾ തന്നെ പൈപ്പ് ഇവിടെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ മണ്ണിലൊന്ന് കീറി കൊടുത്ത് പൈപ്പ് ഇട്ട് ടാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ള പൈപ്പിൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ കീറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്തായി നമുക്ക് ടാപ്പ് ഫിറ്റ് ചെയ്യാനുള്ള പൈപ്പിൽ ഹോൾസോ ബിറ്റ് ഉപയോഗിച്ചുകൊണ്ട് 2 ഹോൾ ഇട്ട് കൊടുക്കാം. പൈപ്പിൽ നമുക്ക് ഇവിടെ ടേണിംഗ് ഉള്ളതുകൊണ്ട് ഒരു സൈഡ് ഹോൾ ഇവിടെയും ഒരു സൈഡ് ഇപ്പുറത്തെ സൈഡാണ് വേണ്ടത്. അപ്പോൾ നമ്മൾ 2 ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ടാപ്പ് ഫിറ്റ് ചെയ്യാനുള്ള പൈപ്പിനകത്തൂടെ വെള്ള പൈപ്പ് കയറ്റി വെച്ചിട്ട് നമുക്ക് നീളം മാർക്ക് ചെയ്തുകൊണ്ട് കട്ട് ചെയ്ത് എടുക്കാം. ത്രെഡുള്ള ഭാഗം ടാപ്പ് വരുന്ന ഭാഗത്തേക്ക് മുകളിലേക്കായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് പൈപ്പിൻ്റെ താഴത്തെ ഭാഗമാണ്. ഇതുകൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വെള്ള പൈപ്പ് പൈപ്പിനകത്തൂടെ കടത്തി വയ്ക്കാം. ബാക്കിയുള്ള പീസുകൂടെ നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. ബാക്കിയുള്ള എല്ലാ പൈപ്പുകളും ജോയിൻ ചെയ്ത് കൊടുക്കാം. അടുത്ത പൈപ്പ് കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അടുത്തായി നമുക്ക് മെയിൻ പൈപ്പ് കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. അതിന് മുമ്പ് വെള്ളത്തിൻ്റെ വാൽവ് ഓഫ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വെള്ള പൈപ്പ് കട്ട് ചെയ്ത് ജോയിൻ ചെയ്ത് കൊടുക്കാം. മെയിൻ പൈപ്പ് ഇവിടെ കുറച്ച് ബെൻഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. കല്ല് വെച്ച് നമുക്കിവിടെ ബെൻഡ് ചെയ്ത് കൊടുക്കാം. പൈപ്പിൻ്റെ നീളം നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പുറത്തെ സൈഡ് കൂടെ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. മെയിൻ പൈപ്പ് നല്ല രീതിയിൽ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കാം. വെള്ളം മുഴുവനായിട്ട് നിന്നിട്ടില്ല. മെയിൻ പൈപ്പ് കൂടെ ജോയിൻ ചെയ്ത് കൊടുക്കാം. വെള്ളം ലീക്കേജ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഗമ്മ് ശരിക്കൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ എല്ലാ സൈഡും ഗം ഉപയോഗിച്ചുകൊണ്ട് ജോയിൻ ചെയ്തിട്ടുണ്ട്. ഗം ഉണങ്ങിയ ശേഷം ലീക്കില്ല എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം നമുക്ക് മണ്ണ് തിരിച്ച് മൂടി വയ്ക്കാം. ടഫ്ലോൺ സീലിംഗ് ടാപ്പ് ഉപയോഗിച്ചുകൊണ്ട് ടാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാം.
അപ്പോൾ നമ്മൾ ടാപ്പ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ഗം ഉണങ്ങിയിട്ടുണ്ട്. നമുക്ക് വാൾവ് ഒന്ന് ഓണാക്കി നോക്കാം. അപ്പോൾ നമ്മൾ വാൾവ് ഓണാക്കിയിട്ടുണ്ട്. ലീക്കൊന്നും എവിടെയും കാണുന്നില്ല. നമുക്ക് ടാപ്പ് ഒന്ന് ഓണാക്കി നോക്കാം. ലീക്കൊന്നും എവിടെയും ഇല്ല. അപ്പോൾ അടുത്തായി നമുക്ക് പൈപ്പ് മണ്ണിട്ട് ക്ലോസ് ചെയ്യാം. പൈപ്പിൻ്റെ ചുവട്ടിലായിട്ട് നമുക്ക് സിമെൻ്റ് ഇട്ട് ഉറപ്പിച്ച് കൊടുക്കാം. അവസാനമായി നമുക്ക് എൻഡ് ക്യാപ്പ് കൂടെ ഇട്ട് കൊടുക്കാം. ഓക്കെ ഉണ്ട്. അപ്പോൾ പൈപ്പെല്ലാം നമ്മൾ മണ്ണിട്ട് മൂടി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അടുത്തായി നമുക്ക് അലക്കുകല്ലിൻ്റെ അടിഭാഗം ഒന്ന് സിമെൻറ്റ് തേച്ച് ഗ്രിപ്പ് ചെയ്ത് കൊടുക്കാം. ഗ്രിപ്പ് കൂടെ കൊടുക്കാം. അപ്പോൾ നമ്മൾ അലക്കുകല്ലിന് താഴെ സിമെൻ്റ് ഇട്ട് ഗ്രിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അലക്കുകല്ലിൽ തേപ്പ് മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി അമർത്തുക. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.